Hello and welcome to my channel. എൻ്റെ പേര് Teres. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ വെൽക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോ മേക്കപ്പ് ലുക്കാണ്. നമ്മുടെ ഒരു 6 പ്രൊഡക്ട്സ് കൊണ്ട് മാത്രം, അത് 5 to 6 ഡിപ്പെൻഡ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പം ലൈക്ക് എവറി ഡേ മേക്കപ്പ് ലുക്കാണ്. കോളേജിൽ പോകുമ്പം, ജോലിക്ക് പോകുമ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പം ജസ്റ്റ് നമ്മുടെ കയ്യിലൊക്കെയുള്ള സാധനം കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്, അല്ലാണ്ട് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അപ്പം ആദ്യമായിട്ട് ഞാൻ പറയുവാണെങ്കിൽ മോയ്സ്ചറൈസർ, ഇത് ഞാൻ എൻ്റെ 6 പ്രൊഡക്ട്സിനകത്ത് യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു നല്ല ഒരു പെർഫെക്റ്റ് ഫിനിഷ് ഒരു മേക്കപ്പ് ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസ് പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മോയ്സ്ചറൈസറാണ്. ഞാനിപ്പോൾ മുഖമൊക്കെ കഴുകി ക്ലൻസറൊക്കെ വെച്ച് ഫേസ് വാഷൊക്കെ വെച്ച് മുഖം കഴുകിയിട്ടിരിക്കുകയാണ്. വേറെ ഒരു പ്രൊഡക്ട്സും ഫേസിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ Cetaphil ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഞാനിവിടെ സാധാ Cetaphil ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആവശ്യത്തിന് മാത്രം നമുക്ക് ഇതെടുക്കാം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്യുമ്പം കഴുത്ത് മറക്കരുത്. ഒത്തിരി പേര് മേക്കപ്പ് ചെയ്യുമ്പം നമ്മുടെ ഫേസ് മാത്രമേ മേക്കപ്പ് ചെയ്യത്തുള്ളൂ. നമ്മുടെ കഴുത്ത് നമ്മളെപ്പോഴും ഒത്തിരി പേര് മറന്നു പോകാറുണ്ട്. നമ്മളൊരു ഇവൻ ലുക്കായിരിക്കണം. നമ്മുടെ മുഖവും നമ്മുടെ കഴുത്തും ഒക്കെ ഒരേ കളറായിരിക്കണം. നമുക്ക് ബാക്കിയുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കൈ തന്നെ ചെയ്ത് കൊടുക്കാം. കാരണം കൈ അത് വെച്ച് മോയ്സ്ചറൈസർ നമ്മുടെ കൈ നല്ല ഡ്രൈ ആവാണ്ട് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കും. അടുത്തതെന്ന് പറയുമ്പോൾ ഇത് മസ്റ്റ് ഇത് ജസ്റ്റ് സൺസ്ക്രീനാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ലോക്കൽ ബ്രാൻഡായ ക്യാൻസർ കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെ ആണ്. എനിക്കൊരു ഏകദേശം ഒരു കോമ്പിനേഷൻ സ്കിൻ ഇതാണ്. അപ്പോൾ എന്നെ പെട്ടെന്ന് ഓയിലി ആവും ഞാൻ മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു മാറ്റ് ഫിനിഷിൻ്റെ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാം, പക്ഷേ സൺസ്ക്രീൻ മസ്റ്റാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത്ര യൂസ് ചെയ്യുന്നുള്ളൂ. ഒത്തിരി ഞാൻ നമ്മുടെ ആവശ്യത്തിന് അതിപ്പം കാണുമ്പോൾ ഒത്തിരി ആയിട്ട് തോന്നും, പക്ഷേ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും. അടുത്ത് ഞാൻ യൂസ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവുന്നതിന് വരെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലിപ്സും നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത് വരിക്കണമല്ലോ. നമ്മുടെ മുഖം മാത്രം നമ്മൾ ബേസ് ശരിയാക്കിയാൽ പോരല്ലോ. അപ്പം നമ്മുടെ ലിപ്സിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ലിപ് ബാം ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ലിപ് ബാം ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളുടെ ഇഷ്ടമുള്ളത് ഇട്ടാൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടാൽ മതി. പക്ഷേ എൻ്റെ ലിപ്സ് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലിപ് ബാം ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഇതായി വരുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ ജസ്റ്റ് ഒരു ഡൂയി ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് ഷെയ്ഡിലുള്ള ഒരു ഫൗണ്ടേഷനാണ് എടുക്കേണ്ടത്. നമ്മുടെ ഫേസിനേക്കാൾ ഒത്തിരി ലൈറ്റർ ആവാതിരിക്കാൻ നോക്കുക. നാട്ടിൽ എപ്പോഴും എല്ലാവരും ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ഫേസിനേക്കാളും ലൈറ്റർ ആയിട്ടുള്ള, നമുക്ക് വെളുത്ത് കാണാനാണ് ഇഷ്ടം എല്ലാവർക്കും അല്ലേ. അപ്പം ഭയങ്കര ലൈറ്ററായിട്ട് ഉള്ള ഫൗണ്ടേഷൻ ഷെയ്ഡാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നമ്മുടെ സെയിം സ്കിൻ ടോണിൻ്റെ തന്നെ ഫൗണ്ടേഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല നാച്ചുറൽ ലുക്ക് നമുക്ക് കിട്ടും. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെബിലിൻ്റെ ഒരു ഡ്യൂയി ഫൗണ്ടേഷനാണ്. ഇത് നോർമൽ ടു ഡ്രൈ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഇപ്പം ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നല്ല അഫോർഡബിൾ ആണ്. അപ്പം ഞാൻ ജസ്റ്റ് കൈയുടെ ഈ പുറകിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഇച്ചിരി എടുക്കുന്നുള്ളൂ. എനിക്ക് ഒത്തിരി ഇടാൻ താല്പര്യമില്ല. അപ്പോൾ ജസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ അടിയിലും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കഴുത്തേലിടാൻ മറക്കരുത്. ഇപ്പം ഞാനിപ്പം കുറച്ച് ഹൈനെക്ക് ആയിട്ടുള്ളതാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ലോ നെക്കൊക്കെ ആണെങ്കിൽ ഈ താഴെയും കൂടെ ഒന്ന് മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് ജസ്റ്റ് നിങ്ങൾ പഫ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഡ്രാഗ് അല്ല ചെയ്യുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നിങ്ങനെ ബഫ് ചെയ്താണ് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ബഫ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇനി കഴുത്ത് മറക്കരുത്.
ഓക്കെ, എന്നിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഒന്നും കൂടെ മേക്കപ്പ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നല്ല ഒരു ഡൂയി ലുക്ക് വരുന്നുണ്ട്. അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൺസീലർ. നമ്മുടെ കൺസീലർ നമ്മുടെ ഫൗണ്ടേഷൻ നമ്മുടെ ഷെയ്ഡിനേക്കാളും 1-2 ഷെയ്ഡ് താഴെ ആയിരിക്കണം. എന്നാലേ ആ ഒരു അണ്ടർ-ഐയിലൊക്കെ നമ്മൾ കൺസീലർ ചെയ്യുമ്പോൾ കുറച്ചൊരു ബ്രൈറ്റ്നെസ് ലുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടാർട്ടിൻ്റെ ഒരു കൺസീലർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൻ്റെ ഇപ്പോൾ ഇതായിരുന്നു, അതുകൊണ്ട് ഞാനിതിപ്പോൾ എടുത്തത്. എന്നിട്ട് അതിപ്പോൾ നിങ്ങളുടെ ഇതിനനുസരിച്ചാണ് നിങ്ങൾക്ക് കൺസീലർ ഇടേണ്ടത്. ഞാൻ അണ്ടർ ഐസിലും നിങ്ങൾക്ക് വേണമെങ്കിൽ മൂക്കിൻ്റെ പാലത്തേലും ഈ നമ്മുടെ ഈ അപ്പർ ലിപ്സിലൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ അപ്പർ ലിപ്സിൽ ഇടുന്നില്ല. ഞാൻ ജസ്റ്റ് കുറച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബ്യൂട്ടി സ്പഞ്ചും എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ബ്രഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ബ്യൂട്ടി സ്പഞ്ച് യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യരുത്. എപ്പോഴും നമ്മുടെ വെള്ളത്തിൻ്റെ ടാപ്പ് തുറന്നിട്ട് വെള്ളത്തിൻ്റെ അടി വെച്ചിട്ട് ഇതൊന്ന് നനച്ചെടുക്കണം. എന്നാലത് കുറച്ചൊന്ന് ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊന്ന് ബ്ലെൻഡായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. നമ്മുടെ മേക്കപ്പ് നന്നായിട്ട് ബ്ലെൻഡ് ആയെന്ന് വരത്തില്ല. നമുക്ക് അവസാനം ഭയങ്കര ഡ്രൈ ഫ്ലേക്കി എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഞാൻ ഇപ്പം റീസെൻ്റ്ലി ആയിട്ട് ഞാൻ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദി കൺസീലർ. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ടാണ് ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് ബ്രഷോ സ്പഞ്ചോ യൂസ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഒരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇതിന് പകരം ഒരു സ്പഞ്ച് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഈ പോയിന്റി ആയിട്ടുള്ള ടിപ്പ് വെച്ചിട്ടാണ് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ബാക്കി എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ സൈഡോട്ടൊന്നിങ്ങനെ കയറ്റി കൊടുക്കാം. അപ്പം ജസ്റ്റ് ആ ഒരു ഇവിടെ എല്ലാം കൂടി ഇരിക്കുന്ന ഒരു ഫീല് കിട്ടത്തില്ല. ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പം മേക്കപ്പ് ഇട്ട് നമുക്ക് മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യണം. നിങ്ങൾക്കിപ്പം സെറ്റിംഗ് സ്പ്രേ ഒന്നും വാങ്ങിക്കാൻ താല്പര്യമില്ലെങ്കിൽ, ഇപ്പം നിങ്ങൾ എപ്പോഴും മേക്കപ്പ് ഒന്നും ഇടാത്ത ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ലൂസ് പൗഡർ എടുക്കുക. ഇത് ഞാൻ മെബിലിൻ്റെ ലൂസ് പൗഡറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ സെയിം ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒത്തിരി ബ്രഷസ് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ബ്രഷ് എടുക്കുക നമ്മൾ എന്നിട്ട് നമുക്ക് എക്സസ് ആയിട്ടുള്ളത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കളയാം. നമുക്ക് ഒത്തിരി പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ലല്ലോ. കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഈ കണ്ണിൻ്റെ അടിയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പൗഡർ വെച്ചിട്ട് നമ്മുടെ ഓയിലി ആവുന്ന സ്ഥലത്ത്, എൻ്റെ ഓയിലി ആവുന്നത് യൂഷ്വലി മൂക്കും എൻ്റെ ചീക്സും ഒക്കെയാണ് പെട്ടെന്ന് ഓയിലി ആവുന്നത്. അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് നമുക്കൊന്ന് കണ്ട ഡിഫറൻസ് കണ്ടോ. ഇത് പെട്ടെന്നൊരു മാറ്റിഫൈയും കൂടെ ആക്കും, ഒരു മാറ്റ് ഫീലും കൂടെ കിട്ടും നമുക്ക്. അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഞാൻ മൂക്കും കൂടെ ചെയ്യും. എന്നിട്ട് ഞാൻ ഫോർഹെഡും കൂടെ ചെയ്യാം. ഇതാണ് എൻ്റെ മെയിൻ പ്രോബ്ലം ഏരിയ. നിങ്ങൾക്കിപ്പോൾ ഫുൾ ഫേസ് ഇത് വെച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒത്തിരി പ്രൊഡക്റ്റ് ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് എന്നിട്ട് അവസാനം ഒന്നും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇനി വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ഇനി അടുത്ത ഐലൈനർ എഴുതാം. എൻ്റെ ഞാൻ വേറെ എന്ത് മൂത്തിട്ടില്ലെങ്കിലും ഞാൻ എന്നും ഇടുന്നൊരു സാധനമാണ് ഐലൈനർ. എനിക്കിതില്ലാണ്ട് പറ്റത്തില്ല. ഞാനിവിടെ ഇപ്പം ലാക്മെ അബ്സല്യൂട്ടിൻ്റെ ഐലൈനർ ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. എനിക്കിതിന് ഭയങ്കര ഒരു ബ്ലാക്ക് കളറാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊന്ന് ഐലൈനർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൻ്റെ ഒരു ഫുൾ ലുക്ക് തന്നെ ചേഞ്ച് ആവും അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇനി അടുത്തത് ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസ്കാര യൂസ് ചെയ്യാം.
ഞാനിവിടെ ജസ്റ്റ് ഒരു മാക്കിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസ്കാര നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്നോ രണ്ടോ കോട്ട് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഞാൻ ഒരു കോട്ട അടിക്കുന്നുള്ളൂ, എനിക്ക് ഒത്തിരി തിക്കായിട്ട് എൻ്റെ മസ്കാര ഇരിക്കുന്നത് എനിക്ക് ഒത്തിരി താല്പര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഇത്ര ഞാൻ അടിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കോട്ട് അടിക്കാം, നിങ്ങൾക്ക് എന്തോരം ലെങ്ത്തിൽ വേണമെന്നുള്ളതിനനുസരിച്ച്. ഇനി ഏറ്റവും അവസാനമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്കാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടിയുടെ കാമിയോ എന്ന് പറയുന്നിട്ട് ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് നല്ലൊരു ഷെയ്ഡാണ്. നല്ലൊരു ഷെയ്ഡാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലഷ് ആഡ് ചെയ്യാം. പക്ഷെ ബ്ലഷ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം ഞാൻ അങ്ങനെ ഒത്തിരി ഇപ്പോൾ എല്ലാവരും ഒന്നും ഒത്തിരി ബ്ലഷ് യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ വെറുതെ ഒരു പ്രോഡക്റ്റ് കൂടെ വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഈ ലിപ്സ്റ്റിക്കിന് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. കുറച്ചും അടി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് നമ്മുടെ കൈ കൊണ്ട് ഒന്ന് വാമപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊരു സട്ടിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ മൂക്കിൻ്റെ ഇവിടെയും കൂടെ അടിച്ചു ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എന്തോരം ബ്ലഷ്. ചില ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടമാണ് ബ്ലഷ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു നാച്ചുറൽ ലുക്കിലിരിക്കുന്നതാണ് എനിക്ക് എപ്പോഴും മേക്കപ്പ് ഇഷ്ടം. അത്രയും എനിക്ക് ഓവർബോർഡ് ചെയ്യാനും താല്പര്യമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിപ്സ്റ്റിക്കാണ് യൂസ് നമ്മൾ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യും. ഞാനിപ്പോൾ അതങ്ങനെ യൂസ് ചെയ്യുന്നില്ല. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ നോ മേക്കപ്പ് ലുക്ക്. ഭയങ്കര നമുക്ക് അഫോർഡബിൾ ആയിട്ടും നമുക്ക് നിങ്ങളുടെ റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് മാത്രം വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഒത്തിരി എല്ലാം എക്സ്പെൻസീവ് വാങ്ങിക്കുന്നൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ നിങ്ങൾ മേക്കപ്പ് ഒക്കെ യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളെങ്കിൽ നമ്മൾ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പ്രൊഡക്ട്സ് മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇനി എന്തെങ്കിലും സജഷൻസോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ചെയ്ത എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സോ ഞാനിപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും വേറെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് സജഷൻ ചെയ്യാവുന്നതാണ്. ഞാനത് മാക്സിമം ട്രൈ ചെയ്യാൻ വേണ്ടി. അപ്പം ഇതാണ് എൻ്റെ നോ മേക്കപ്പ് ലുക്ക്. ഭയങ്കര സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.